നമസ്കാരം. ഹോം ന്യൂസ് കേരള ഓൺലൈൻ ചാനലിലേക്ക് സ്വാഗതം. അതിപുരാതനവും പ്രസിദ്ധവുമായ കാളികുളങ്ങര ക്ഷേത്രത്തിലെ വിശേഷങ്ങൾ പങ്കുവയ്ക്കാനാണ് ഞാൻ ഇന്ന് നിങ്ങളോടൊപ്പം എത്തിയിരിക്കുന്നത്. ദക്ഷിണേന്ത്യയിലെ അതിപുരാതനവും പ്രസിദ്ധവുമായ ക്ഷേത്രമാണ് പറവൂർ കാളികുളങ്ങര ദേവീക്ഷേത്രം. കാളികുളങ്ങര ദേവീക്ഷേത്രം മധ്യ കേരളത്തിൽ എറണാകുളം ജില്ലയിലെ പറവൂർ താലൂക്കിൽ നന്ദ്യാട്ടുകുന്നത്ത് സ്ഥിതി ചെയ്യുന്ന പൗരാണികവും സുപ്രസിദ്ധവുമായ ക്ഷേത്രമാണ് കാളികുളങ്ങര ദേവീക്ഷേത്രം. ശിവഗിരി ശ്രീനാരായണ ധർമ്മ സംഘം ട്രസ്റ്റിന്റെ കീഴിലാണ് ഈ ക്ഷേത്രം പ്രവർത്തിക്കുന്നത്. 2026 ജനുവരി 14 കൊടിയേറിയ വലിയ വിളക്ക് മഹോത്സവം ഫെബ്രുവരി 24 കാളികുളങ്ങര ക്ഷേത്രത്തിൽ സമാപിക്കുന്നത്. പതിറ്റാണ്ടുകൾക്ക് മുമ്പ് ശ്രീനാരായണ ഗുരുദേവൻ ഈ ക്ഷേത്രത്തിലെത്തി ഇവിടെ നടന്നു വന്നിരുന്ന ദുരാചാരമായ കോഴിവെട്ട് വഴിപാട് നിർത്തിച്ചെന്നും തുടർന്ന് ജനങ്ങളുടെ ആയുസ്സിനും ആരോഗ്യത്തിനുമായി തെണ്ട് നിവേദ്യം വഴിപാടായി നടത്തി വരുന്നതുമായാണ് പറയപ്പെടുന്നത്. പിന്നീട് ദേവിക്ക് പൊങ്കാലയിടുന്നതും പതിവായി. കാളികുളങ്ങര മുത്തിയാണ് ദേശത്തിന്റെ ഐശ്വര്യമായ ദേവിയായി ഇവിടെ നിലകൊള്ളുന്നത്. ക്ഷേത്രത്തോട് ചേർന്ന് ഗുരുദേവ പ്രതിഷ്ഠയും നടത്തിയിട്ടുണ്ട്. വലിയ വിളക്ക് മഹോത്സവത്തിന് പൊങ്കാലയിടുന്നതിനും തെണ്ട് നിവേദ്യം അർപ്പിക്കുന്നതിനുമായി രാവും പകലുമില്ലാതെ ലക്ഷക്കണക്കിന് ഭക്തജനങ്ങളാണ് കുടുംബസമേതം ഇവിടെ എത്തിച്ചേരുന്നത്. ജാതിമത ഭേദമന്യേ വിശ്വാസികൾക്ക് പ്രവേശനം അനുവദിച്ചിട്ടുള്ള ഈ ക്ഷേത്രത്തിൽ മധ്യ കേരളത്തിന്റെ ഇതര ഭാഗങ്ങളിൽ നിന്നും നാടിന്റെ നാനാ ഭാഗങ്ങളിൽ നിന്നും ദിനംപ്രതി ധാരാളം ഭക്തജനങ്ങൾ ആരാധനയ്ക്കായി എത്തുന്നുണ്ട്. ഇവിടെ ദേവിക്ക് തെണ്ട് നേർച്ചയാണ് വിശേഷാൽ വഴിപാടായി അർപ്പിക്കുന്നത്. അരിപ്പൊടി, മഞ്ഞൾപ്പൊടി, തേങ്ങ, ശർക്കര, ചുക്കുപൊടി, ഏലക്കപ്പൊടി തുടങ്ങിയവ ചേർത്ത് കുഴച്ചെടുത്ത് കവിഞ്ഞിൻ പാളയിൽ കുഴലിന്റെ രൂപത്തിൽ പൊതിഞ്ഞു കെട്ടി ക്ഷേത്രാങ്കണത്തിലെ പൂഴിമണ്ണിൽ പൂഴ്ത്തിയ ശേഷം മുകളിൽ വിറകും ചകിരിയും ചിരട്ടയുമെല്ലാം ഇട്ട് കത്തിച്ച് മണിക്കൂറുകളോളം ചുട്ടെടുത്ത് ദേവിക്ക് നിവേദിച്ച ശേഷം ഭക്തർ ഭുജിക്കുന്ന വഴിപാടാണ് തെണ്ടു നിവേദ്യം. ഇതോടൊപ്പം തന്നെ ക്ഷേത്രാങ്കണത്തിൽ ദേവിക്ക് പൊങ്കാല അർപ്പിക്കുന്നതും പതിവാണ്. മകരസംക്രമ ദിനത്തിൽ കൊടിയേറ്റോടെ ആരംഭിക്കുന്ന ഈ മഹോത്സവം കുംഭം 12 പൂർത്തിയാകും. മറ്റൊരു ക്ഷേത്രത്തിലും കണ്ടുവരാത്ത ഒരു സവിശേഷത ഈ ക്ഷേത്രത്തിലുണ്ട്. മഹോത്സവത്തോടനുബന്ധിച്ച് ഒരാഴ്ച തുടർച്ചയായി കാളികുളങ്ങര ക്ഷേത്രത്തിൽ രാവും പകലും ദേവി ദർശനം ഉണ്ട്. ഇത്തവണ ഫെബ്രുവരി 18 മുതൽ 24 വരെയാണ് ഈ സൗഭാഗ്യം ഭക്തജനങ്ങൾക്ക് ലഭ്യമാകുക. എല്ലാ മലയാള മാസം 1-ാം തീയതിയും എല്ലാ മാസ ആയില്യനാളിലും ഇവിടെ പ്രത്യേക പൂജകൾ ഉണ്ട്. ഗുരുദേവ ക്ഷേത്രത്തിൽ എല്ലാ ചതയ ദിനത്തിലും പ്രാർത്ഥനയും പൂജയും നടത്തി വരുന്നു. Lakshmi